രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അതിലൊരാൾ സ്വർഗത്തിലും മറ്റേ ആൾ നരകത്തിലും. അങ്ങനെ സ്വർഗത്തിന്റെ അഹലുകാരനെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ എവിടെ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിന്റെ കൂട്ടുകാരന് നരകത്തിന്റെ അഹലുകാരനാണ്. അങ്ങനെ ഈ സ്വർഗത്തിന്റെ അഹലുകാരന് പറഞ്ഞു, എനിക്ക് എൻ്റെ കൂട്ടുകാരനില്ലാതെ പൂർണ്ണ സംതൃപ്തിയോടുകൂടെ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ ഈ നരകത്തിന്റെ അഹലുകാരനെ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുകയാണ്. സ്വർഗത്തിലേക്ക് വന്ന ഈ കൂട്ടുകാരനെ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്? എന്തെങ്കിലും നല്ല സൽക്കർമ്മമാണോ? ഇനി അതല്ല, ഏതെങ്കിലും നബിമാരുടെ സഹായ മുഖേനയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നിന്റെ കൂട്ടുകാരന്റെ ശഫാഅത്ത് കാരണമായിട്ടാണ് എന്ന്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശഫാഅത്ത് കിട്ടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുമെന്ന്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് എന്നുള്ളത് രക്ഷിതാക്കളായ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടുകെട്ട് വടക്കായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളും വടക്കായി പോകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫമാലനാ മിൻ ഷാഫിഈൻ വലാ സദീഖിൻ ഹമീം എന്നുള്ള കൂട്ടുകാരനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.